Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം ആദ്യം പ്രധാന വാർത്തകൾ. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേനൽ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം. പാടിച്ചാൽ വാവൽമടയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. പുളിങ്ങോം, വാഴക്കുണ്ടം, കരിക്കര, ഇടവരമ്പ്, കോഴിച്ചാൽ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. പിടിച്ചാൽ കിട്ടാതെ കുതിച്ചുയർന്ന രാസവള വില. കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കർഷകർ. കൃഷിരീതി ഏതായാലും രാസവളം അതിന്റേതായ തോതിൽ ചേർക്കാതെ കൃഷി മുന്നോട്ടു പോകുക അസാധ്യമെന്ന് കർഷകർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 17-18 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ വിളംബര ജാഥ നടത്തി. നിരവധി പേർ ജാഥയിൽ പങ്കെടുത്തു. വാർത്തകൾ വിശദമായി. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കലാപ്രവർത്തനത്തിലൂടെ സമൂഹത്തിലേക്ക് ഒരു സംഭവത്തെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ കോലാഹലമുണ്ടാക്കുന്നവരുടെ ലക്ഷ്യം വളരെ വലുതാണെന്ന് സ്പീക്കർ പറഞ്ഞു. ദൈവങ്ങളെപ്പോലും വിമർശിക്കുന്ന നാടാണ് കേരളവും അതുൾക്കൊള്ളുന്ന ഇന്ത്യയുമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. അവിടെ ഒരു കലാപ്രവർത്തനത്തിലൂടെ ഒരു സിനിമ, ഒരു രാഷ്ട്രീയം പറഞ്ഞു. രാഷ്ട്രീയമല്ല, സത്യസന്ധമായ കാര്യം പറഞ്ഞു. ഗുജറാത്തിലെ നരകത്തെ കുറിച്ച് അവർ ഗുജറാത്തിൽ പറഞ്ഞതിനെ കുറിച്ച് പറയുന്നത് ജനോസൈഡ് എന്നാണ്. ആ ഘട്ടത്തിൽ ഗുജറാത്തിലെ കലാപത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ജനോസൈഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് നിങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ തന്നെ പോയി ഇംഗ്ലീഷ് അർത്ഥം തെളിയിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡെലിബറേറ്റ് കില്ലിംഗ് ഓഫ് റേസ് എന്നാണ്. ഒരു ബോധപൂർവം ഒരു മതവിഭാഗത്തെ കൊന്നെടുക്കുന്ന പ്രക്രിയ. ബോധപൂർവം ഒരു മതവിഭാഗത്തെ കൊന്നെടുക്കുന്ന പ്രക്രിയ എന്ന് നിങ്ങൾക്ക് അറിയത്. വെള്ളം വെള്ളം എന്ന് പറഞ്ഞ് ഊറ്റിയെടുക്കുന്ന കുഞ്ഞിന്റെ വായിലേക്ക് വെള്ളത്തിന് പകരം പെട്രോൾ ഒഴിച്ച് ആ പെട്രോളിന് പുറകെ തീപ്പെട്ടിക്കൊള്ളി എറിഞ്ഞു കൊടുത്ത് ആ കുഞ്ഞിന്റെ തലപൊട്ടിത്തെറിച്ച് മരിക്കുമ്പോൾ അവിടെ വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ്. എം രാജഗോപാലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം നിഖില വിമൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഭാരത് ഭവൻ നെടുമുടി വേണു സ്മാരക പുരസ്കാരം നേടിയ ഉദിനൂർ ബാലഗോപാലൻ, എഞ്ചിനീയർ A മാധവൻ എന്നിവരെ ആദരിച്ചു. കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ, ജനറൽ കൺവീനർ CV ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം T വിജയലക്ഷ്മി, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി A ബാബുരാജ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നാടൊന്നാകെ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തിയേറ്റേഴ്സ് സ്പോർട്സ് കൺവീനർ AP രാജേഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാത്രി കണ്ണൂർ മയ്യിൽ അധീന നാടക നാട്ടറിവ് വീട് നേതൃത്വത്തിൽ നാട്ടുമൊഴി നാടൻ പാട്ടുമേള അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വേനൽ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം. പാടിച്ചാൽ വാവൽമടയിൽ ഇടിമിന്നലേറ്റ് ഒരു വീട് തകർന്നു. പുളിങ്ങോം, വാഴക്കുണ്ടം, കരിക്കര, ഇടവരമ്പ്, കോഴിച്ചാൽ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. വേനൽ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടം. പാടിച്ചാൽ വാവൽമടയിൽ ഇടിമിന്നലേറ്റ് ഒരു വീട് തകർന്നു. പുളിങ്ങോം, വാഴക്കുണ്ടം, കരിക്കര, ഇടവരമ്പ്, കോഴിച്ചാൽ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി.
വാവൽമടയിലെ ബാബു ചാക്കോ ചാത്തനാട്ടിന്റെ വീട് ഇടിമിന്നലേറ്റ് തകർന്നു. മുസ്തഫ മോണങ്ങാട്ട്, ജാഫർ പാറപ്പുറത്ത് എന്നിവരുടെ വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, വയറിംഗ് സംവിധാനങ്ങൾ, കുഴൽക്കിണർ എന്നിവ പൂർണ്ണമായും തകർന്നു. പുളിങ്ങോം ഭാഗത്ത് തെങ്ങുവീണ ബസ് വെയിറ്റിംഗ് ഷെഡ് തകർന്നു. കരിക്കരിയിലെ പ്ലാക്കാടൻ തമ്പാന്റെ കൃഷിയിടത്തിലെ നിരവധി കവുങ്ങുകൾ, പ്ലാവ്, മറ്റു മരങ്ങൾ എന്നിവ നിലംപൊത്തി. ബിനോയ് വടക്കേ താന്നിക്കലിന്റെ പശുത്തൊഴുത്ത് മരം വീണ് തകർന്നു. ഈസ്റ്റേലേരി പഞ്ചായത്ത് മുനയംകുന്ന് എളമ്പാശ്ശേരിയിൽ ഓസ്റ്റിന്റെ വീട് മരമൊടിഞ്ഞു വീണ് ഭാഗികമായി തകർന്നു. ഈ പ്രദേശങ്ങളിൽ മുഴുവൻ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പിടിച്ചാൽ കിട്ടാതെ പായുകയാണ് രാസവളവില. കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കർഷകരും. ജൈവകൃഷി എന്ന് പറഞ്ഞാലും രാസവളം അതിൻ്റെതായ തോതിൽ ചേർക്കാതെ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുക അസാധ്യം തന്നെ. 3 വർഷത്തിനിടയിൽ 2 ഇരട്ടിയോളമാണ് രാസവളവില വർദ്ധിച്ചത്. ഇത് കാർഷിക മേഖലയെ കുറച്ചൊന്നുമല്ല പിറകോട്ടടിപ്പിച്ചിരിക്കുന്നത്. സബ്സിഡി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയാണ് രാസവളവില വർദ്ധിപ്പിച്ചത്. രാസവളങ്ങളിൽ ഏറ്റവും ഡിമാൻഡുള്ള പൊട്ടാഷിന്റെ 50 കിലോ പാക്കറ്റിന് 3 മാസത്തിനിടെ 1000 നിന്ന് 1600 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പം കഷ്ടപ്പാട് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അതിൻ്റെ പറഞ്ഞാൽ രാസവളത്തിൻ്റെതാണ്. 3-4 കൊല്ലം മുമ്പേ എന്ന് പറഞ്ഞാൽ രാസവളത്തിന് 5 റുപ്യയും 6 റുപ്യ ഉണ്ടായിരുന്ന രാസവളം, അതായത് ഫാക്ടംബോസ്, പൊട്ടാഷ്. ഇന്ന് അതിൻ്റെ വില 30 രൂപയും 40 രൂപയാണ്. അതായത് ഫാക്ടംബോസിന് 30 രൂപയും പൊട്ടാഷിന് 40 രൂപയായിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്. മിക്ക കോംപ്ലക്സ് വളങ്ങൾക്കും പൊട്ടാഷ് വേണമെന്നതിനാൽ വില വർധനവ് ഇവയെയും ബാധിച്ചു. NPK കോംപ്ലക്സ് വളങ്ങൾക്ക് ഇത്തരത്തിൽ വില കൂടിയിട്ടുണ്ട്. നെൽകൃഷിയിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഡൈ അമോണിയം ഫോസ്ഫേറ്റിന്റെ വിലയും വർദ്ധിച്ചു. 50 കിലോയ്ക്ക് 140 രൂപയുണ്ടായിരുന്നത് 1300 രൂപയായാണ് വർദ്ധിച്ചത്. വളപ്രയോഗം നടത്തേണ്ട സമയത്ത് വില കൂടുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. പൊട്ടാഷ്, ഫോസ്ഫറസ് വളങ്ങൾ നിയന്ത്രണമില്ലാത്തവയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് വിലവർദ്ധനവിന് പ്രധാന കാരണം. അസംസ്കൃത വസ്തുക്കളുടെ വില, കയറ്റിറക്ക്, ചരക്കുകൂലി എന്നിവയിലെ വർധനവും ഒരു കാരണമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. വടക്കേ മലബാറിലെ പ്രമുഖ മഖാമുകളിൽ ഒന്നായ പയ്യന്നൂർ കാറമേൽ മഖാമുറൂസ് ഏപ്രിൽ 16 മുതൽ 20 വരെ നടക്കും. ഏപ്രിൽ 16 രാവിലെ അഷറഫ് ദാരിമി പാലായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഖാം സിയാറത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പയ്യന്നൂർ കാറമേൽ മഖാം ഉറൂസ് ഏപ്രിൽ 16 മുതൽ 20 വരെ നടക്കും. ഏപ്രിൽ 16 രാവിലെ അഷ്റഫ് ദാരിമി പാലായിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഖാം സിയാറത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. രാത്രി 7:30 പാണക്കാട് സയ്യിദ് ഹാഷിർ അലി ശിഹാബ് തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഏപ്രിൽ 17 രാത്രി 7 മണിക്ക് സ്വലാത്ത് വാർഷികവും ഏപ്രിൽ 18 രാത്രി ഇഷ്ക് മജ്ലിസും ഏപ്രിൽ 19 രാത്രി ഇശൽ വിരുന്നും നടക്കും. അവസാന ദിവസമായ ഏപ്രിൽ 20 ഞായറാഴ്ച സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ ഹസാരി പട്ടാമ്പിയുടെ നേതൃത്വത്തിൽ മൗലീദ് പാരായണവും തുടർന്ന് അന്നദാനവും ഉണ്ടാകും. രാത്രി 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദൻ MLA മുഖ്യാതിഥിയാകും. അഞ്ചലത്ത് അബ്ദുൽ ഖാദർ, മുഹമ്മദ് ഹസൻ ഹുദവി, N അബ്ദുൽ അസീസ് ഹാജി, N ഹാഷിം, മുഹമ്മദ് സാഹിൽ A, അബ്ദുൽ മുത്തലേബ് A എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. ഏപ്രിൽ 20 വരെയാണ് ഉത്സവം നടക്കുന്നത്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികളാണ് നടന്നുവരുന്നത്. ക്ഷേത്രം വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി അരങ്ങേറി. ഭജന, നൃത്ത സംഗീത പരിപാടി, കച്ചേരി എന്നിവയും നടന്നുവരുന്നുണ്ട്. ഡോക്ടർ ശോഭന സ്വാമിനാഥനും സംഘവും അവതരിപ്പിച്ച വീണ കച്ചേരി, പ്രസീത ജോൺസണും സംഘവും അവതരിപ്പിച്ച ശാസ്ത്രീയ നൃത്ത പരിപാടി എന്നിവ അരങ്ങേറി. ദിവസവും രാവിലെ 10:30 മുതൽ 12:30 വരെ മംഗള ഇസൈ PR ഗണേശനും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വര കച്ചേരിയും, 2 മുതൽ 3 വരെ ചാക്യാർ കൂത്തും, 3:30 മുതൽ 5:30 വരെ തായമ്പക, കേളി, കൊമ്പ്, പറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നുവരുന്നു. ഏപ്രിൽ 20 ഉത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 17, 18 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏപ്രിൽ 17 രാവിലെ 10 മണിക്ക് ഡോക്ടർ S. അഭിലാഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും.
ഭാരതീയ സമിതി ജ്ഞാൻ വിജ്ഞാൻ സമിതി കർണാടക സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സുഭാങ്കര ചക്രവർത്തി, എം വി ജിൻ MLA, മുൻ MLA ടി.വി. രാജേഷ്, പരിഷത്ത് നിർവാഹക സമിതി അംഗങ്ങളായ ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, ടി. ഗംഗാധരൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. ജില്ലയിലെ 14 മേഖലകളിൽ നിന്നായി 350 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ശ്രദ്ധേയമായ നിരവധി അനുബന്ധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം കുളപ്പുറത്ത് വെച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് നിർവഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി അന്ധവിശ്വാസങ്ങൾക്കും ലഹരിക്കുമെതിരായി ഇരുൾപ്പെടാതിരിക്കാനെന്ന ശാസ്ത്ര ബോധവൽക്കരണ ക്യാമ്പയിൻ 230 കേന്ദ്രങ്ങളിൽ നടന്നു. മേഖലയിൽ 5000-ഓളം വനിതകൾ ക്ലാസ്സിൽ പങ്കെടുത്തു. പുതിയ 60ഓളം പ്രവർത്തകരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത്. ഈ പ്രവർത്തകരെ ഉദ്ഘാടന വേദിയിൽ ഉപഹാരം നൽകി അനുമോദിക്കും. പരിഷത്ത് പുസ്തകങ്ങളുടെയും പരിഷത്ത് ഉൽപ്പന്നങ്ങളുടെയും പ്രചരണത്തിലൂടെയാണ് സമ്മേളന ചെലവുകൾ നടത്തുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, പി നാരായണൻകുട്ടി, ടി.വി. ഉണ്ണികൃഷ്ണൻ, എം ദിവാകരൻ, എ മാധവൻ, പി സുധാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ നടത്തി. പിലാത്രയിൽ നടന്ന വിളംബര ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 17-18 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. ഏപ്രിൽ 17 രാവിലെ 10 മണിക്ക് ഡോക്ടർ എസ് അഭിലാഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ 14 മേഖലകളിൽ നിന്നായി 350 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ വിളംബര ഘോഷയാത്ര നടത്തി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിൽ CP ഷിജു അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP പ്രദീപ് കുമാർ, ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, എം ദിവാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പിലിക്കോട് കാലിക്കടവ് മൈതാനത്ത് ഏപ്രിൽ 21 മുതൽ 27 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്കായി മൈതാനത്ത് പന്തലൊരുക്കം തകൃതിയായി നടന്നുവരികയാണ്. 7 ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന മേളയുടെ ഭാഗമായി 72,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വിപുലമായ പന്തലാണ് മൈതാനത്തൊരുങ്ങുന്നത്. ഇതിൽ 45,000 ചതുരശ്ര അടി ഭാഗം എയർ കണ്ടീഷൻഡ് ആയിരിക്കും. ഇവിടെയാണ് വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകളും പ്രദർശന പവലിയനുകളും സജ്ജീകരിക്കുന്നത്. പുറമെ 8,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ വലിയ വേദിയും ഒരുക്കും. ഫുഡ് കോർട്ടിന് 10,000 ചതുരശ്ര അടി സ്ഥലമുണ്ട്. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ചിൽഡ്രൻസ് സോണും ഒരുങ്ങുന്നുണ്ട്. പന്തലിന്റെ നിർമ്മാണം 2 ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് AIIC ജില്ലാ കോർഡിനേറ്റർ സനൂജ് അറിയിച്ചു. 21 രാവിലെ 11 മണിക്ക് ജില്ലയിലെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളുമായി മുഖ്യമന്ത്രി സംവദിക്കും. സർക്കാരിന്റെ 9 വർഷത്തെ നേട്ടങ്ങൾ നേരിൽ കാണാനും സൗജന്യ സേവനങ്ങൾ നേടുന്നതിനും തീം പവലിയനുകളും വിപണന സ്റ്റാളുകളും ഒരുങ്ങുന്നുണ്ട്. മേളയുടെ ഭാഗമായി എല്ലാ ദിവസവും കലാപരിപാടികളും നടക്കും. കാർഷിക പ്രദർശനം, പെറ്റ് ഷോ, കിഡ്സ് സോൺ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, വെർച്വൽ റിയാലിറ്റി അനുഭവങ്ങൾ തുടങ്ങിയവയും മേളയുടെ ആകർഷകങ്ങളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏപ്രിൽ 15 സി കണ്ണൻ ദിനം. പെരുമ്പയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി സി കണ്ണൻ ദിനാചരണം നടന്നു. ഏപ്രിൽ 15 സി കണ്ണൻ ദിനത്തിൽ പെരുമ്പയിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ പതാക ഉയർത്തി സംസാരിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ വ്യവസായ സ്ഥാപനങ്ങളൊന്നുമില്ല. വീടിത്തൊഴിലാളിയായിട്ട് യൂണിറ്റ് പ്രവർത്തനത്തിലാണ് പാർട്ടിയുമായും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനയുമായും ബന്ധപ്പെടാൻ. അതിന്റെ ഭാഗമായിട്ട് N സുധീർ അധ്യക്ഷത വഹിച്ചു. K മോഹനൻ, VE രാജേഷ്, SV രമേശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന കാലത്തിന്റെ ഓർമ്മയുടെ തിരുശേഷിപ്പായ കുളം കാട് പിടിച്ച് നശിക്കുന്നു. 1962-63 കാലത്ത് നിർമ്മിച്ച ഈ കുളം പുതിയ കാലത്ത് പുനർജനി തേടുകയാണ്. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന കാലത്തിന്റെ ഓർമ്മയുടെ തിരുശേഷിപ്പായ കുളം കാട് പിടിച്ച് നശിക്കുന്നു. 1962-63 കാലത്ത് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചതാണ് ഈ കുളം. കാർഷിക ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു കുളം നിർമ്മിച്ചത്. ഈ കുളത്തിലെ വെള്ളം കൊണ്ട് 3 വിള വരെ നെൽകൃഷി ചെയ്തിരുന്നതായി പഴമക്കാർ പറയുന്നു. ദീർഘകാലം ഇത് തുടരുകയും ചെയ്തു. പിന്നീട് പച്ചക്കറിയായിരുന്നു പ്രധാന കൃഷി. ഒരു കാലത്ത് ഈ നാട് ഈ കുളത്തിനു ചുറ്റും ഭ്രമണം ചെയ്തിരുന്നുവെന്നു തന്നെ പറയാം.
കൃഷി മാത്രമല്ല അലക്കും കുളിയും നാട്ടുകാര്യം പറച്ചിലിനുമെല്ലാം ഈ കുളം സാക്ഷിയാണ്. വൈകുന്നേരം ആകുമ്പോഴൊക്കെ വന്നിട്ട് വയസ്സന്മാർക്കൊക്കെ ഇരുന്ന് സ്വല്ല പറയുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ കഴിയും. ഇതിൽ മത്സ്യം വളർത്തുകയാണെങ്കിൽ അത് നമ്മുടെ പഞ്ചായത്തിന് വലിയൊരു സാമ്പത്തിക ശേഷി ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഈ 2-3 കുളങ്ങൾ ഇവിടെ വെറുതെ കിടക്കുന്നുണ്ട്. ഈ കുളം ഇപ്പോൾ നാശത്തിന്റെ വക്കിലാണ്. ഇനിയും ഇത് പുനർനിർമ്മിച്ച് നാടിന് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കാവുന്നതേയുള്ളൂ. അതിന് അധികൃതർ കനിയണമെന്നു മാത്രം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രസന്നിധിയിൽ ശാസ്ത്രീയ നൃത്തം അവതരിപ്പിച്ച അമ്മമാരുടെ കൂട്ടായ്മ. നൃത്ത അധ്യാപിക പ്രസീത ജോൺസന്റെ നേതൃത്വത്തിലാണ് നൃത്ത അവതരണം. ഏതു പ്രായത്തിലും ഭരതനാട്യവും കുച്ചിപ്പുടിയുമെല്ലാം പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു കൂട്ടായ്മയുണ്ട് ചെറുകുന്നിൽ. പ്രശസ്ത നൃത്ത അധ്യാപിക പ്രസീത ജോൺസന്റെ ശിക്ഷണത്തിൽ നേരത്തെ തന്നെ ഇവരിൽ ഭൂരിഭാഗം പേരും ശാസ്ത്രീയ നൃത്തത്തിൽ അരങ്ങേറ്റം നടത്തിയിരുന്നു. 30ഓളം അംഗങ്ങൾ ഉള്ള ഈ കൂട്ടായ്മ അവധി ദിവസങ്ങളിലാണ് പരിശീലനം നേടുന്നത്. കൂടുതലും 60 വയസ്സിന് മുകളിലുള്ളവരാണ് ഈ കൂട്ടായ്മയിലുള്ളത്. നൃത്തപഠനത്തിന് പ്രായം തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഇവരെന്ന് പരിശീലക പ്രസീത ജോൺസൺ പറയുന്നു. കൂടുതലും പ്രായമുള്ളവരാണ്. ഒരു കൃഷ്ണഭക്തി, അതായത് ഒരു അർച്ചന, ഭഗവാനുള്ള ഇന്ന് വിഷുനാളില് ഭഗവാനുള്ള ഒരു അർച്ചനയായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒരു ചെറിയൊരു ഡാൻസ് അവതരിപ്പിച്ചത്. അത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരികയും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. രമ ഗോപിനാഥ്, സുജാത പ്രഭാകരൻ, സതി ഗംഗാധരൻ, ഷീജ ഉണ്ണികൃഷ്ണൻ, മാധുരി പ്രസന്നൻ, കനക രമേശ്, ഷൈമ വിനോദ്, ആശാ രഘു, ലക്ഷ്മി രാജൻ, ശുഭശ്രീ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 17 നടക്കും. പ്രശസ്ത സിനിമാ താരം വിജയരാഘവൻ കെട്ടിടോദ്ഘാടനം നിർവഹിക്കും. സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ AP അഹമ്മദ് കോയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. 32 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന പന്തൽ അലങ്കാര ലൈറ്റ് ആൻഡ് സൗണ്ട് രംഗത്ത് ഉപജീവനം നടത്തുന്നവരുടെ സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ. 14 ജില്ലകളിലായി ഏകദേശം 9,000-ഓളം ഉടമകൾ അംഗങ്ങളായിട്ടുള്ള ഈ സംഘടനയുടെ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി രൂപീകരിച്ചിട്ട് 29 വർഷം പിന്നിടുന്ന അവസരത്തിലാണ് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഏപ്രിൽ 17 പ്രശസ്ത സിനിമാ താരം വിജയരാഘവൻ കെട്ടിടോദ്ഘാടനം നിർവഹിക്കും. സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ AP അഹമ്മദ് കോയ ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല കൈകൊട്ടിക്കളി മത്സരവും നടക്കും. മാധ്യമ സമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ TV ബാലൻ, ജനറൽ കൺവീനർ KV രാജേന്ദ്രൻ, P രവീന്ദ്രൻ, AV ഗോവിന്ദൻ, KP അബൂബക്കർ, AV ബാബുരാജ്, K ഗോപിനാഥൻ, KV സതീശൻ, UK വാരിജാക്ഷൻ, മുസ്തഫ, പ്രമോദ് മാത്തിൽ, കലാരാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കർഷക സംഘം പയ്യന്നൂർ സൗത്ത് വില്ലേജ് മാവിച്ചേരി യൂണിറ്റ് നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും കർഷകരെ ആദരിക്കലും നടന്നു. നഗരസഭാ വൈസ് ചെയർമാനും വാർഡ് കൗൺസിലറുമായ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. തരിശുരഹിത കേരളം പദ്ധതിയിൽ കേരള കർഷക സംഘം പയ്യന്നൂർ സൗത്ത് വില്ലേജിലെ മാവിച്ചേരി യൂണിറ്റ് കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പും കർഷകരെ ആദരിക്കലും നടന്നു. നഗരസഭാ വൈസ് ചെയർമാനും വാർഡ് കൗൺസിലറുമായ PV കുഞ്ഞപ്പൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് കേരളത്തിലെ ഭക്ഷ്യരംഗത്തുള്ള പ്രതിസന്ധി ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീവ്രമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. KB മുരളി സ്വാഗതം പറഞ്ഞു. അച്യുതൻ പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. C രമേശൻ, MV പ്രദീപ് കുമാർ, നളിനി സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ചെറുതാഴം പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ തലമുറ സംഗമം പഞ്ചായത്ത് ഹാളിൽ നടന്നു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ തലമുറ സംഗമം നടത്തി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TP സരിത, U. രാമചന്ദ്രൻ, TV കുഞ്ഞിക്കണ്ണൻ, U. രാധ, AV നിത്യ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. CDS ചെയർപേഴ്സൺ E. വസന്ത സ്വാഗതം പറഞ്ഞു. വയോജന അയൽക്കൂട്ട അംഗങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളുമാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വയോജന സംരക്ഷണത്തെക്കുറിച്ച് പുതുതലമുറയ്ക്ക് അവബോധം സൃഷ്ടിക്കുന്നതിനും പഴയകാല കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും കാഴ്ചപ്പാടുകളും പുതുതലമുറയ്ക്ക് പകരുവാനും പുതുതലമുറയുടെ കാഴ്ചപ്പാട് പഴയ തലമുറയുമായി പങ്കുവയ്ക്കാനുള്ള അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക ഹാപ്പിനെസ് ദിനത്തിന്റെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓക്സിലറി RP കാവ്യ M, കമ്മ്യൂണിറ്റി കൗൺസിലർ ആശ അജിത്ത്, മെമ്പർ സെക്രട്ടറി സുമേഷ് MV എന്നിവർ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംവദിച്ചു. ഓക്സിലറി അംഗങ്ങളും വയോജന അയൽക്കൂട്ട അംഗങ്ങളും കുടുംബശ്രീ CDS മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കൺസ്യൂമർ ഫെഡ് സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ 17 പയ്യന്നൂരിൽ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിക്കും. TA മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. സ്കൂൾ അധ്യയന വർഷത്തിൽ സ്കൂൾ സീസണുകളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വിലക്കയറ്റവും ചൂഷണവും നിയന്ത്രിക്കുന്നതിന് ജില്ലകൾ തോറും കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളുമായി ചേർന്നാണ് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ ആരംഭിക്കുന്നത്. ഏപ്രിൽ 17 വ്യാഴാഴ്ച രാവിലെ 11:30 പയ്യന്നൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് അങ്കണത്തിൽ വച്ച് പയ്യന്നൂർ MLA TA മധുസൂദനന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. കൂടാതെ വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ വിവിധ കമ്പനികളുടെ ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, സ്കൂൾ സ്റ്റേഷനറി, മറ്റ് അനുബന്ധ പഠന സാമഗ്രികൾ എല്ലാം തന്നെ ഇവിടെ ലഭ്യമാക്കും. സംസ്ഥാനത്ത് 500 സ്റ്റുഡൻസ് മാർക്കറ്റാണ് സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹായത്തോടുകൂടി സ്കൂൾ സൊസൈറ്റി വഴിയും സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വളരെ ബൃഹത്തായ പരിപാടി എന്ന നിലയിൽ സ്റ്റുഡൻസ് മാർക്കറ്റുകൾ വിജയകരവും കേരളത്തിലെ സാധാരണ ജനവിഭാഗങ്ങൾക്ക് അത്താണിയായും മാറും. VK രാജൻ, പ്രമോദൻ KP, R പ്രദീപ് കുമാർ, VK രാജേഷ്, രജീഷ് കണ്ണോത്ത് തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗൃഹാതുരത്വമുണർത്തി ഗ്രാമങ്ങളിൽ അങ്ങിങ്ങായി ജൈവവേലികൾ ഇപ്പോഴുമുണ്ട്. പരിസ്ഥിതി സ്നേഹത്തിന്റെ മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള സൗഹൃദങ്ങളുടെ അടയാളം കൂടിയാണ് ഈ ജൈവവേലികൾ. ഗൃഹാതുരത്വത്തിന്റെ അടയാളമായി ഗ്രാമങ്ങളിൽ അങ്ങിങ്ങായി ജൈവവേലികൾ ഇപ്പോഴുമുണ്ട്. വീട്ടിനേക്കാൾ ഉയരത്തിൽ മതിൽ കെട്ടുന്ന കാലമാണിത്. ആവശ്യത്തിനും അനാവശ്യത്തിനും ചെങ്കല്ലുകൾ ഉപയോഗിക്കുമ്പോൾ പരിസ്ഥിതിക്കുണ്ടാകുന്ന ആഘാതം ചെറുതല്ല. ഇത്തരമൊരവസ്ഥയിലാണ് ജൈവവേലികൾക്ക് പ്രസക്തിയേറുന്നത്. ഇത്തരം വേലികളിൽ നിരവധി ജീവജാലങ്ങൾക്ക് പാർക്കാം എന്നതുതന്നെ ഇതിന്റെ പാരിസ്ഥിതിക സന്തുലനം വ്യക്തമാക്കുന്നു. മനുഷ്യർ തമ്മിൽ പരസ്പരം കാണുവാനും വിശേഷങ്ങൾ കൈമാറുവാനും ഇത്തരം വേലികൾ സ്ഥാപിച്ചാൽ സാധിക്കാവുന്നതാണ്. മാത്രമല്ല, ഇത്തരം വേലികളിൽ പച്ചക്കറികൾ വളർത്താവുന്നതുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷുദിനാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു. TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിഷുദിനാഘോഷവും അനുമോദനവും സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് നേടിയ MT അന്നൂരിനെയും മാതൃഭൂമി സീഡ് അവാർഡ് നേടിയ ബെസ്റ്റ് അധ്യാപക കോർഡിനേറ്റർ KC സതീശൻ മാസ്റ്ററെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. KU രാധാകൃഷ്ണൻ, VP രാജൻ, VP കണ്ണൻ, P പ്രജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് അന്നൂർ തലയന്നേരി ശ്രീ പൂമാല ഭഗവതിക്കാവ് പൂരക്കളി സംഘത്തിന്റെ പൂരക്കളിയും ശാന്തി കളരി സംഘം വനിതാ പ്രവർത്തകരുടെ കോൽക്കളിയും നടന്നു. തുടർന്ന് അമ്മ മനസ്സ് ഡ്രമാറ്റിക് വിൽക്കലാമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കക്കറ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സമന്വയ കലാസാഹിത്യവേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന K കരുണാകരൻ മാസ്റ്റർ സ്മാരക 2ാമത് നാടകോത്സവം ഏപ്രിൽ 17 മുതൽ 20 വരെ കക്കറയിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയും സമന്വയ കലാസാഹിത്യവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന
കെ കരുണാകരൻ മാസ്റ്റർ സ്മാരക രണ്ടാമത് നാടകോത്സവം ഏപ്രിൽ 17 മുതൽ 20 വരെ കക്കര KV ഗോവിന്ദൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കും. 17 വൈകുന്നേരം 6 മണിക്ക് പയ്യന്നൂർ MLA TI മധുസൂദനൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. രവി ഏഴോം സാംസ്കാരിക പ്രഭാഷണം നടത്തും. പ്രദേശത്തെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. തിരുവനന്തപുരം നവോദയയുടെ കലുങ്ക് എന്ന നാടകം അവതരിപ്പിക്കും. 18 നടക്കുന്ന സാംസ്കാരിക സദസ്സ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സത്യപാലൻ ഉദ്ഘാടനം ചെയ്യും. KV ഗോവിന്ദൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം അവതരിപ്പിക്കും. 3-ാം ദിവസം നടക്കുന്ന സാംസ്കാരിക സദസ്സ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ T തമ്പാൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് മെമ്പർ P വീണ അധ്യക്ഷത വഹിക്കും. തുടർന്ന് വള്ളുവനാട് ബ്രഹ്മയുടെ വാഴ്വേ മായം എന്ന നാടകം അരങ്ങിലെത്തും. ഏപ്രിൽ 20 സമാപന സമ്മേളനം. കൈരളി TV മലബാർ റീജിയണൽ ഹെഡ് PV കുട്ടൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. എരമംകുറ്റൂർ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC രാജൻ അധ്യക്ഷത വഹിക്കും. പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ സുരേഷ് പള്ളിപ്പാറ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യും. തുടർന്ന് സമന്വയ കലാട്രൂപ്പിന്റെയും മറ്റ് പ്രാദേശിക കലാട്രൂപ്പുകളുടെയും വിവിധ കലാപരിപാടികളും പ്രശസ്ത ഗായകരടങ്ങിയ കണ്ണൂർ ഗോൾഡൻ ബീറ്റ്സിന്റെ ഗാനമേളയും ഉണ്ടായിരിക്കും. പ്രവേശനം പാസ് മൂലം നിയന്ത്രിക്കുന്നതാണ്. മാധ്യമസമ്മേളനത്തിൽ KV ഗോവിന്ദൻ, MK സതീശൻ, AP ബാബുരാജ്, ECK രാജേഷ്, KV രാജമോഹൻ, സനൂപ് MP, K പ്രസാദ്, സൂരജ് KC, AV ലക്ഷ്മണൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ സൗഹൃദവേദി അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ഈദ് സംഗമം സംഘടിപ്പിച്ചു. അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ 300ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. പയ്യന്നൂർ സൗഹൃദവേദി അബുദാബിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ഈദ് സംഗമം സംഘടിപ്പിച്ചു. അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളിൽ 300ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും കുട്ടികളും വനിതകളും അവതരിപ്പിച്ച കലാപ്രകടനങ്ങളും ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. പയ്യന്നൂർ റെസ്റ്റോറന്റിന്റെ വിഭവ സമൃദ്ധമായ വിഷുസദ്യയും ഉണ്ടായിരുന്നു. ജ്യോതിഷ് കുമാർ, സതീഷ് കുമാർ, വൈശാഖ് ദാമോദരൻ, ഹബീബ് റഹ്മാൻ, രഞ്ജിത്ത് പൊതുവാൾ, ദിലീപ് പാറന്തട്ട, അബ്ദുൾ ഗഫൂർ, സുരേഷ് പയ്യന്നൂർ, VTV ദാമോദരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമവായത്തിന്റെ രാമനായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാമനെന്ന കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. തൃക്കരിപ്പൂർ തടിയൻകോവൽ മനീഷ തിയേറ്റേഴ്സിനായി നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേനൽ മഴയിലും കാറ്റിലും മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം. പാടിച്ചാൽ വാവൽമടയിൽ ഇടിമിന്നലേറ്റ് വീട് തകർന്നു. പുളിങ്ങോം, വാഴക്കുണ്ടം, കരിക്കര, ഇടവരമ്പ്, കോഴിച്ചാൽ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. പിടിച്ചാൽ കിട്ടാതെ കുതിച്ചുയർന്ന രാസവള വില. കാർഷിക മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കർഷകർ. കൃഷിരീതി ഏതായാലും രാസവളം അതിന്റേതായ തോതിൽ ചേർക്കാതെ കൃഷി മുന്നോട്ടു പോകുക അസാധ്യമെന്ന് കർഷകർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനം ഏപ്രിൽ 17-18 തീയതികളിൽ ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി പിലാത്രയിൽ വിളംബര ജാഥ നടത്തി. നിരവധി പേർ ജാഥയിൽ പങ്കെടുത്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.